കുഞ്ഞുമണി നമസ്കരിക്കോ? ആ തൊട്ടയിലേക്ക് ആ തൊട്ടയിൽ വെച്ച് ഇനി ഇവിടെ ഇങ്ങനെ മുഴുവൻ മാംഗോ മാംഗോ എല്ലാരും എവിടെയോ സ്ഥലം? പാലക്കാട്. അവിടെ ചീക്കുട്ടിയും കുഞ്ഞുമണിയും കളിയോട് കളിയാണത് കണ്ടില്ലേ? എല്ലാം പരത്തിട്ടൊക്കെ ചമ്പേട്ടന്റെ അച്ഛൻ നമ്മള് ചീക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം കൊടുക്കുക കേട്ടോ. ഡാൻസർ ചീക്കുട്ടിക്ക്. അതെ അച്ഛൻ അങ്ങോട്ട് കോച്ചു. ആ എന്താ കയ്യില്? ഇതെന്താ അറിയാ? ഇതെന്താ അറിയാ? മുത്തശ്ശി കെട്ടിക്കൊടുക്കും. ഓരോ മുത്തശ്ശിമാര് ഓരോന്ന് കെട്ടിക്കൊടുക്കും. ചീക്കുട്ടിക്ക് അല്ല കുഞ്ഞുമണിക്ക് കുഞ്ഞുമണിക്ക് അച്ചോള് കെട്ടിത്തരും. നുറുക്കിക്കോട്ടോ അല്ലെങ്കിൽ അത് വലിച്ചെടുക്കും. അതെ രണ്ടും ഒരുപോലെ. ചീക്കുട്ടി അതെ അല്ല സമത്തില് നിന്നിട്ട് അതുകൊണ്ട് റൈറ്റ് കാല് നേരെ വെക്കൂ. കാല് നേരെ വെക്കൂ. റൈറ്റ് റൈറ്റ് ഫസ്റ്റ് റൈറ്റ് ഒന്ന് രണ്ട് ഇനി ഇവിടെ ഇങ്ങനെ മുഴുവൻ കണ്ണില് അങ്ങനെ ചെയ്താ മതി. കൈയടിക്കുന്നത് നമസ്കരിച്ചോളൂ. കുഞ്ഞുമണി നമസ്കരിക്കോ? ആ തൊട്ടയിലേക്ക് ആ തൊട്ടയിൽ വെച്ച് അതെ അതെ അതെ. ഈ മുത്തശ്ശീനെ വേണം. അനി മുത്തശ്ശന് ഗുഡ് ഗേൾ. അനി ഏത് ഡാൻസാ കളിക്കാൻ പോണേ? കുറച്ച് താണ്ട് ഈ കുമ്പല്ലേ കുമ്പ അങ്ങനെ കുമ്പേ ഉള്ളൂ ഇത്. നേരെ നേരെ അവിടെ അതാ അതാ ഈ പൈ കളി അമ്മക്ക് തരൂ കുഞ്ഞുമണി തരൂ. കേട്ടെ നല്ല ശ്രദ്ധിക്കണു. കുഞ്ഞുമണി ഹലോ ഉണ്ടോ? നമസ്തേ ഒക്കെ പറയൂ. നമസ്തേ. വീഡിയോ എടുത്താ പിന്നെ അതാ പറഞ്ഞു കയറിപ്പോയി. ശമ്പോട്ട് എപ്പോഴാ വന്നതേ? അപ്പൊ ശ്രീകുട്ടി ശമ്പോട്ടനെ കാണിച്ചു കൊടുത്ത ചിലങ്ക
എവിടെ തുറന്ന് കാണിച്ചു കൊടുക്ക അച്ഛനെ, തുറന്ന് കാണിച്ചു കൊടുക്കും. സൂപ്പർ. എന്താ നീ സ്കൂളിൽ കളിക്കണ്ടേ? കയ്യിലാണോ, കയ്യിലാണോ കിട്ടുക? കാലിലാണോ കിട്ടുക? കാലിലാണല്ലേ ശബ്ദം വരിക. കയ്യിൽ കെട്ടി നോക്കാം അല്ലേ, ശബ്ദം വരും നോക്കാം. കുഞ്ഞുമണിക്ക് മാലല്ലേ ചീക്കുട്ടി? എന്തൊക്കെയാ എടുക്കണ്ടല്ലേ? അമ്മ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. സ്പെഷ്യൽ എഗ്ലെസ് കേക്ക്. എന്ത് കേക്ക് എന്നുള്ളത് എങ്കിലും സർപ്രൈസ് ആയിട്ടിരുന്നോട്ടെ. നമ്മുടെ ആരതിക്കുട്ടി ഇപ്പൊ വരും. ആരതിക്കുട്ടി കൂടി വന്നാല് നമ്മള് ഇവിടെ ഒരാളൂടെ ഉണ്ട് കേട്ടോ. സിനിമയ്ക്ക് പോയി വന്നേക്കുക. കുഞ്ഞുമണിയും ചീക്കുട്ടിയും അമ്മായിയും കൂടിയിട്ടാ കട്ട് ചെയ്യാം. വാവ്, കുട്ടി വന്നു, കുട്ടി വന്നു. വരൂ 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 വരൂ. വരൂ കുഞ്ഞുമണിയും അമ്മായി. ഇതൊന്ന് തുറക്കണ്ടേ? മാംഗോ മാംഗോ മാംഗോ. ചീക്കുട്ടി പിടിക്കും. കുഞ്ഞുമണിക്ക് എത്ര മാസം കെട്ടിയത്? അമ്മ അമ്മ വരും. അമ്മയുടെ വായി വെച്ചു കൊടുക്കും. അമ്മയുടെ വായില്, അമ്മയുടെ കുഞ്ഞുമണി, കുഞ്ഞുമണിക്ക്, കുഞ്ഞുമണിക്ക് ഒരു ചെറിയ പ്ലേറ്റ് കൊടുക്കും. തുടങ്ങി നിർത്താൻ പറ്റില്ല. കുഞ്ഞിന് ഒരു പ്ലേറ്റ് കൊടുക്കും. നോക്കാൻ മുറിക്കൽ എക്സ്പേർട്ട്. അമ്മ സൂപ്പറാണ്. അതില് തരാം. എനിക്കുണ്ടോ? ഷെയർ ഉണ്ടോ? ഷെയർ ഉണ്ടോ? കിടലായിട്ട് കട്ട് ചെയ്യുന്ന ചൊടച്ച് തടച്ച് കഴിക്കുക. ഊണാണോ കഴിച്ചത്? ചിറ്റമ്മ എത്തി. അടിപൊളി. അല്ല കുഞ്ഞുമണി നിർത്തിയോ കഴിച്ചത്? നിർത്തിച്ചു. ഞാൻ പറഞ്ഞാണ് അല്ലേ? ഞങ്ങളപ്പോ പഴുക്കാമണ്ഡപം തൊഴാൻ പോവാണ്. അമ്മ, ശമ്പോന്റെ അമ്മ, ശ്രീകുട്ടി, അപ്പോട്ടനും കുഞ്ഞുമണിയും മുന്നിൽ പോയിട്ടുണ്ട്. അച്ഛൻ, ഓപ്പിള്, ശമ്പോട്ടനും എല്ലാരും മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഈ സ്റ്റേജിലല്ലേ അമ്മ തിരുവാതിരക്കളി? ഒന്നും കാണാൻ പറ്റിയില്ല. ഒരു ദിവസം വരണം. തിരക്കാണ്, ഉത്സാഹമാണ് ഇവിടെ, ഉത്സാഹം. ഭക്ഷണം, കളികള്. അതാ ഓപ്പള എങ്ങടാ ഓടണേ? ഓപ്പള എങ്ങടാ ഓടണേ? ചെയറോ? ഞങ്ങളിന്ന് പഴക്കാമണ്ഡപത്ത് പോലെ കഴിഞ്ഞു. അപ്പൊ ഇരിക്കുമ്പോണ്ട് നമ്മുടെ ഉണ്ണിയേട്ടൻ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പൊ പിന്നെന്താ, ഏട്ടൻ ക്യാമറ കേട്ട് റെഡി ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മള് നടക്കലേക്ക് പോവുക, എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ പോവുക. ഇത്തവണത്തെ ആർട്ട് സൂപ്പറാണ് കേട്ടോ. ലൈറ്റൊക്കെ ജാതി എഫക്റ്റാണ്, സൂപ്പറായിട്ട്. കൃഷ്ണനെ കണ്ണ് ചിമ്മണത് അങ്ങനെയൊക്കെ വരും. പല നിറത്തിൽ പോകുമ്പോൾ പിന്നെന്താ, അത് കൃഷ്ണന്മാരുണ്ട്, രസമാണ്. ഇവിടെയാണ് കൈകുട്ടികളൊക്കെ നടക്കുക രാവിലെ.
എടുക്കാം. ഉത്സവലഹരിയിൽ ഗുരുവായൂർ. സൂപ്പറാണോ? ഉറക്കം വരുന്നേ. നാടകമൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നാടകല്ലേ? നാടകം ഹൈഫൈ ആയില്ലേ ഇപ്പൊ? പണ്ടത്തെ പോലെ ഒന്നല്ല. അതിനെ ഉണർത്തി. ആശയമായ പരമപദത്തെ അവൻ പ്രാപിക്കുന്നു. ശ്രദ്ധിക്കുന്നതിൽ മുമ്പ് ഏകനായി തന്നെ ഇരുന്ന ഭഗവാൻ കുഞ്ഞണിയുടെ ആദ്യത്തെ ഉത്സവം അല്ലേ? െതിരെ 33 കോടി ദേവകൾ വിരാജിക്കുന്ന പത്മനാഭന്റെ വിശ്വരൂപം. വേറൊരു സ്റ്റേജ് ഉണ്ട്, വൈഷ്ണവം സ്റ്റേജ് ആണിത് അല്ലേ? അപ്പളെ നടയിലാണ്. ഇവിടെയാണ് പ്രസാദോട്ട് നടക്കുന്ന സ്ഥലം. കഞ്ഞിപ്പുര, വിഭവസമൃദ്ധമായ സദ്യ, കഞ്ഞി സദ്യ. കഞ്ഞിയാണല്ലോ ഈ ഉത്സവ സമയത്ത് സദ്യ. ഇതാണ് ഉണ്ടാക്കുന്നത്. അതന്നെയാണല്ലോ എല്ലാ ദിവസവും. പപ്പടം, കഞ്ഞി, പുഴുക്ക്. ചിപ്സ് വറക്കുക, പുഴുക്ക് ഉണ്ടാക്കണോ? പുഴുക്ക്. ചേച്ചിമാരൊക്കെ ഇങ്ങനെ പേരെന്താ? കഴിച്ചു. പേരെന്താ? ചിന്നമ്മ. എല്ലാരും എവിടെയോ? സ്ഥലം പാലക്കാട്. പാലക്കാട് വരിക? പാലക്കാട്, കൊല്ലങ്കോട്. അതെല്ലേ? അല്ല ഞങ്ങൾ ഇവിടെ തന്നെയാ. ഇവിടെ തന്നെ. ഞങ്ങൾ കായ്കറി വെട്ടാൻ വന്നേര് പാലക്കാട്ടിൽ നിന്ന്. എങ്ങനെയുണ്ട് ഇവിടെ ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്നിട്ട്? ഗുരുവായൂരപ്പിനാണ് വരുന്ന കുറച്ച് കാലം ഞാൻ. അതല്ലേ? ഇത്തവണ എങ്ങനെയുണ്ട്? എന്നാലും അതല്ലേ? മോൻ എത്രയായി? ഒരു വയസ്സാവാറായി. കാണാൻ വന്ന കാണാൻ വന്ന ഇവിടെയായിരുന്നു നമ്മുടെ പണ്ട് ലോഡ്ജ് ഉണ്ടായിരുന്നു അല്ലേ വെച്ചാ? ആ ക്ലോക്ക് റൂമിന്റെ ഒക്കെ അപ്പുറത്ത്. അതെ, അവിടെ ആ ഒരു ചാക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതെ, അവിടെയായിരുന്നു നമ്മുടെ ലോഡ്ജ്. ശ്രീനിലയം ലോഡ്ജ് ആ മൂലക്കലായിരുന്നു. അതെ, അടിയിൽ കട അല്ലേ? എല്ലാം മറ്റേ ഈ അക്വിസേഷനിലാണ് പോയത്. ഇവിടെയൊക്കെ വേങ്ങേരിയുടെ സ്ഥലമായിരുന്നു ഈ സ്ഥലമൊക്കെ. പിന്നെ അവിടെ പൊട്ടക്കുഴി, അന്നൊക്കെ ഈ സമയത്ത് ആറാട്ടിനും പള്ളിവേട്ടിക്കൊക്കെ കുളത്തിൽ എഴുന്നള്ളിപ്പ്, അതായത് അതെ അഞ്ചാനായിട്ട് എഴുന്നള്ളിപ്പ് സമയത്തൊക്കെ നമ്മളിവിടെ പറ വെച്ചിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ മാറി. കൂടുതൽ സ്ഥലം വേണം, അങ്ങനെയാണല്ലോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ. അല്ലല്ല, പണ്ടെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കടയല്ലേ? ആ പണ്ട് ഇവിടെയൊക്കെ കടകളായിരുന്നേ. ഇവിടെ എപ്പോഴും കടകളായിരുന്നു. അതെ, ഇവിടെ അകത്തൊരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുമണി വീണ്ടും ഇറങ്ങാൻ തുടങ്ങി. ആ അതെ അപ്പുറത്തേക്ക് അതിന് മുമ്പിൽ വെച്ചിട്ട് വലിയ വലിയ ഉരുളികൾ കൊണ്ടുപോകാനുള്ള ഉരുളികൾ. ശർക്കരയും നാളികേരവും ഓയ്ക്കന്മാരുടെ അവകാശം എന്നുള്ള രീതിയിലാണ് അല്ലേ അച്ഛാ? പിന്നെ ആർക്കൊക്കെയുള്ള ചോയ്ക്കന്മാർക്കും പിന്നെ ഓയ്ക്കന്മാര് ഭാര്യന്മാര് എല്ലാവർക്കും. ഇത്രയും വലിയ ചെമ്പുകളിലാണ് കേട്ടോ
ഭക്ഷണം ഉണ്ടാക്കണ ഇതൊക്കെ അവർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ എന്ന് വെച്ചാൽ ഇന്ന് രാത്രി തന്നെ പണി തുടങ്ങും നാളത്തേക്കുള്ളത്. കഷ്ണങ്ങളൊക്കെ ഉച്ചയ്ക്ക് തന്നെ മുറിച്ചൊക്കെ വയ്ക്കും. ഇത് പാലും എന്തൊക്കെയോ ആണ് പരിപാടികൾ. തൈരാണോ ഒന്നും അറിയില്ല. എന്തായാലും എല്ലാം ഭക്ഷണത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ്. ചീക്കുട്ടി ഒന്ന് ഒറ്റയ്ക്ക് വരണേ. കാളുണ്ടാക്കാനുള്ള തൈരാണെന്ന് അച്ഛൻ പറഞ്ഞ. മിൽമേഡ് അല്ലേ? ആ പാല്. ഇവിടെയാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കണ വലിയ കുക്കറുകൾ കണ്ടില്ലേ, വലിയ ഉരുളികള് എല്ലാം നാളത്തേക്കുള്ളതാണ്. പകർച്ച വാങ്ങാനുള്ള പാത്രങ്ങളാണ് ആൾക്കാർ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഏത് പാത്രമാണോ കൊണ്ടുപോകണത് അതാണ് അളവ് പാത്രം, അല്ലാതൊന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് ഇത്ര അങ്ങനെയൊന്നുമില്ല. പാള പ്ലേറ്റ്, സ്റ്റഫ്ഡ് വായ അടക്കുക. അതാ എല്ലാരും കൊണ്ട് കളയുന്നു. ഇത് വേസ്റ്റ് ഇട്ടതാട്ടോ, ഞാൻ വിചാരിച്ചു പുതിയതാണ്. പിന്നെ ഇത് കുമ്പിള് കുത്തിയിട്ട് പ്ലാവിന്റെ അല്ലേ കുമ്പിള് കുത്ത്, അതിനങ്ങനല്ലേ അറിയാ? കുമ്പിള് കുത്താന്നല്ലേ അറിയാ? പ്ലാവിന്റെ അല്ല എങ്ങനെ കുമ്പിള് കുത്താന്നല്ലേ അറിയാ? വേസ്റ്റ് അതൊക്കെ അവര് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പത്ത് പ്രസാദൂട്ടിന്റെ വേണ്ടിയിട്ടുള്ള ഹോളാണ്. ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഹൈറ്റ് ഇല്ലാത്ത കാരണം കാണുമോ നോക്കട്ടെ. കാണില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആൾക്കാർ. അതാ ഈ പപ്പടം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു പപ്പടം കഴിച്ചാലും നമുക്കത് പിടിക്കില്ല. അത്ര ടേസ്റ്റാണ്. വെറുതെ അല്ല അപ്പോട്ടൻ പപ്പട കൊതിയനായെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ ഒരു സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുഴുക്ക് എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ പുഴുക്കട്ടോ. ഞങ്ങളൊക്കെ വെച്ചാൽ നമ്മൾ ഇല്ലത്തൊക്കെ മുതിര വയ്ക്കുമ്പോൾ കുറേശ്ശെ വേവായും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ലേ? മുതിര ചിലപ്പോൾ വേവായ അങ്ങനത്തെ പരിപാടികൾ. പക്ഷേ ഈ പുഴുക്ക്, ഇത്രയും വേവുള്ള മുതിര സ്വപ്നങ്ങളിൽ മാത്രം. അതേപോലെ കഞ്ഞിയും സൂപ്പർ കഞ്ഞിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ സമയത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പല രീതിയിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പൊതുവേ നമ്മൾ രാവിലെയാണ് കഴിക്കുക. ഒരു ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാഫിനൊക്കെ കിട്ടും. എന്നുവെച്ചാൽ ഈ ഓദിക്കാൻ ഫാമിലി, കീഴ്ശാന്തിമാർ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ എടുക്കാം. ഈ കഞ്ഞിയും പുഴുക്കും എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പ്രാദേശികം എന്ന് പറയാൻ അവർക്കുണ്ട്. നമ്മുടെ അളവ് എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുപോകുന്ന പാത്രമാണ് ഇതിൻ്റെ അളവ്. അല്ലാതെ അവരൊരളവൊന്നുമില്ല. എത്ര പപ്പടം വേണമെങ്കിൽ തരും, എത്ര പുഴുക്ക് വേണമെങ്കിൽ തരും, എത്ര കഞ്ഞി വേണമെങ്കിൽ തരും. കാരണം എന്താ വെച്ചാൽ അത്രയും ഗസ്റ്റ് ഉണ്ടാവും, അവർക്കൊക്കെ കൊടുക്കണം. ആരും പട്ടിണി കിടക്കരുത്, അതാണ് മെയിൻ. എന്തായാലും സൂപ്പർ. പിന്നെ അതാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വന്നി. ഇതിലെന്തൊക്കെയാ വെച്ചാൽ മത്തൻ, പഴുത്ത മാങ്ങ, പഴം ഇതിട്ടിട്ട് ഒരു സ്പെഷ്യൽ കറിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നല്ല മധുരമുള്ള ഒരു കൂട്ടാൻ. ഉത്സവം സ്പെഷ്യലാണ്. കൊതിയാവണേ. അപ്പോൾ ദാ മിഥുൻ വന്നിട്ടുണ്ട്, വല്യച്ഛൻ, വല്യമ്മ, ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നത്തെ ഉത്സവ കാഴ്ച ഇവരുടെ കൂടെയാണ്. മിഥുനെ മനസ്സിലായില്ലോ അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ മിഥുനെ കാണാനില്ല എന്ന് എല്ലാവരും പറയും. മിഥുന് ഓടി പോവാണ്, വേദൂട്ടൻ്റെ മാമൻ. അപ്പോൾ അതന്ന് കൈകൊട്ടിക്കളി കാഴ്ചകൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ സമയത്ത് ഞങ്ങൾ അധികം വരാറില്ല. എന്നിട്ട് നേരത്തെ വന്നതാണ്. ഇന്ന് ഗുരുവായൂർ എന്നുള്ള കുട്ടിയുണ്ട്, ഗംഗ, അസലായിട്ട് വയലിൻ വായിക്കും. ആ കുട്ടിയുടെ കച്ചേരി ഉണ്ട്, പിന്നെ ശിവമണിയുടെ കച്ചേരി പ്രോഗ്രാമൊക്കെ ഉണ്ട്, പ്രകാശ് ഉള്ളേരിയുടെ ഒക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങളെല്ലാവരും. തിരക്ക് കണ്ടില്ലേ? ഗോപുരത്തിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6-8 ആകുമ്പോഴേക്കും ഇവിടെയൊക്കെ പറകൾ വരും. പറവത്ത് ഓരോരോ ആൾക്കാർ തിരുവനന്തപുരം ഓരോരോ ആൾക്കാരുടെ പറ വയ്ക്കാനുള്ള സ്ഥലങ്ങളാണ്. അവിടെ മുതൽ Hare
ഫുൾ സെറ്റായിട്ട് അവിടെ കുഞ്ഞുമണി ഞങ്ങള് ഒരു വയലിൻ കച്ചേരി കാണാൻ പോവാണ്. കൂടാൻ വേണ്ടി നമ്മുടെ പേരമ്മ, പാറക്കാട്ട പേരമ്മ, ചിറ്റമ്മ, പിന്നെ ഇവിടെ തന്നെയാണ് ഗുരുവായൂരിനെയാണ് ചിറ്റമ്മ, കുഞ്ഞുമണി ചിറ്റമ്മയുടെ പാത്രത്തില് ഗംഭീര കളിയാണ്. അപ്പോൾ ഇതാ ഇന്ന് പള്ളിവേട്ട ദിവസമാണ്. ഇന്നാണ് ആദ്യത്തെ പറവെപ്പ്. നമ്മളിപ്പോൾ ഇതാ ദീപാരാധനയൊക്കെ തൊഴുതു. ഇന്നും നാളെയും പ്രത്യേകതയാണ്. പുറത്താണ് ദീപാരാധന, അതായത് കൊടിമരച്ചോട്ടിൽ കീഴ്ശാന്തിമാരാണ് ദീപാരാധന ചെയ്യുക ഈ 2 ദിവസങ്ങളിൽ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാനായിരുന്നു മേശാന്തി. അപ്പോൾ ആ സമയത്ത് ഞാൻ ശുദ്ധമായിട്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും 6 മാസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഈ ദീപാരാധന ചെയ്യാന്നുള്ളത്. മേശാന്തിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അന്നത്തെ 2 ദിവസം കീഴ്ശാന്തിമാർ ചെയ്യുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അത് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി, കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് അവിടെ നിന്ന് തൊഴാനുള്ളൊരു യോഗമാണ് ഇന്നുണ്ടായത്. അമ്മുവും കുഞ്ഞുമണി അമ്മയും. അതെ അതെ, ഇവിടെ ഈ ഉത്സവത്തിന്റെ സമയമുള്ള ദീപാരാധന ആദ്യമായിട്ടാണ്. തിരക്കാണ്. പറ മുന്നേ വെച്ചിട്ടുണ്ട്. ഇതാ കുഞ്ഞുമണി അമ്മ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ അതാ അങ്ങോട്ട് പോവാണ്. ഏകദേശം 8:30-9 മണിയൊക്കെ ആവുണ്ടാവും. ഇത് ഗ്രാമം മുഴുവനും ഗ്രാമപ്രദക്ഷിണാണ്. ഒരു പ്രദക്ഷിണം മുഴുവൻ 5 ആനപ്പുറത്ത്. അതെ അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് പള്ളിവേട്ടം കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് ഉറങ്ങാനുള്ള കുഞ്ഞിക്കട്ടിലും തലോണയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉറക്കം, അങ്ങനെയൊക്കെയാണ്. അതിനുള്ളതെല്ലാം അവിടെ തയ്യാറാക്കി. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു, എന്നിട്ട് തൊഴുതു. അപ്പോൾ ഇനി നമുക്ക് പറ വയ്ക്കാൻ പോവാം. അതായത് വടക്ക് ഭാഗമാണ് ഗോവിന്ദൻ്റെ ഒക്കെ അടുത്ത്. അടിപൊളി കമാനം. ഗുരുവായൂരപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളവിടെയാണ് വയ്ക്കുന്നത്. ആദ്യമൊക്കെ നമുക്കൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു പടിഞ്ഞാറ് നടക്കിൽ. അതിൻ്റെ മുമ്പിലാണ് വെച്ചിരുന്നത്. പിന്നെ അത് അക്യൂസേഷൻ്റെ അതെല്ലാം പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നാരായണാലയത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, അമ്മയും കുഞ്ഞുമണിയും. മുകളിൽ സെറ്റായിരുന്നത് അവിടെ ഇരിക്കേണ്ടത്. അതാ അതൊന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കല്ലേ. മുകളിലിരിക്കുന്നുണ്ട്. കുഞ്ഞുമണി പാലുകുടിയാണ്. അമ്മ അവിടെ ഇരുന്നു. നല്ല തിരക്കാണ്, നല്ല ചൂടുമാണ്. എല്ലാരും പറ വെച്ച് നമ്മുടെ അപ്പൻ രാമേട്ടൻ
ക്ലാസ്മേറ്റ് ആണ്. മോളുടെ പേരെന്താ? നീല. സുവോളജി ടീച്ചറാണ്. ഷീല ടീച്ചറെ മാലയിലാണ്. ടീച്ചറെ പറ്റിയൊക്കെ ക്ലാസ്സിനെ പറ്റിയൊക്കെ ഹായ് കാണിച്ചോ തമാശയല്ലേ. കൃഷ്ണനെയാണ് പിടുത്തം. അതെ ആയോ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇന്ന് പാറാട്ട് ദിവസമാണ്. ഇന്നും പറണ്ട്. ഇന്ന് നമ്മുടെ അച്ചോൾമാരൊക്കെ ഉണ്ട്. അച്ചോള് ആ കുഞ്ഞുമണി റെഡിയാണ്. ഇതാ അവിടെ നമ്മൾ പറ നിറയ്ക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റാണ്. ഇന്ന് കുറച്ചുകൂടെ വൈകുണ്ടാവും. കുഞ്ഞുമണി 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 എന്തോ നോക്കിക്കണേ. ഒരു ഹായ് പറയൂ. ഹായ്. ഞാൻ മാറ്റാതെ അവിടെ ഇരുന്നോളൂ അച്ചോള്. അങ്ങനെ ഇന്ന് വൈകിട്ട് ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ആനയോട്ടം പ്രദക്ഷിണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5-6 പ്രദക്ഷിണം കൂടി കഴിഞ്ഞാലാണ് കൊടിയിറക്കം. അപ്പം ഇന്ന് ഇളനീരഭിഷേകം, മഞ്ഞപ്പൊടി അഭിഷേകം, ഭഗവാന്റെ ഒപ്പം ആറാട്ടിന് ഇറങ്ങാൻ സാധിച്ചു. ഇതെല്ലാം കാണാനും സാധിച്ചു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മേശാന്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭഗവാന്റെ കൂടെ തന്ത്രി ഇതെല്ലാം ചെയ്യുമ്പോൾ കൂടെ നിന്ന് നിൽക്കാൻ പറ്റി. ഇന്നിപ്പോൾ ഓയിക്കൽ എന്നുള്ള ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ചടങ്ങുകളെല്ലാം കാണാനും അതിൽ പങ്കെടുക്കാനും സാധിച്ചു. അത് ആൾക്കാരൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ കുടിയിറക്കാവും. അപ്പോൾ ഭഗവതിയമ്പലത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രാമേന്ദ്രേട്ടൻ്റെ കട ഉണ്ട്. അമ്പലത്തിനകത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണം, നെയ്യ്, കദളിപ്പഴം എല്ലാം ഇവിടെ ഉണ്ട്. എപ്പോഴും ഓണാണ്. അതല്ലേ ഒരു വീഡിയോ എടുത്താ അപ്പം അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ എന്ത് സാധനങ്ങൾ വേണം വെച്ചാലും ഈ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം.
അപ്പോൾ ഈ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കൊടിയിറക്കം, അത് കഴിഞ്ഞിട്ട് എല്ലാത്തേക്ക് പോകും. ഉണ്ട്, സന്നിഹർത്തിയുണ്ട്, ശ്രീരാമനുണ്ട്, ആദിക്കുട്ടനുണ്ട്, എല്ലാവരും വെങ്കടേശ്വര മാസ്റ്റർ മകനാണ്. രണ്ടാമത്തെ മകൻ, അദ്ദേഹം പാട്ടുകാരൻ തന്നെയാണ്. വിലങ്കേഷമായ ചർച്ചയിലാണ് ഇവിടെ. എന്ത് ചർച്ച? ലിറിക്സ് പാട്ട്. ആദ്യം ഒരു നമസ്തേ പറയൂ. ഇപ്പോൾ ഓപ്പണ് ശംഭുവേട്ടൻ, അച്ഛനമ്മ, ശ്രീക്കുട്ടി ഒക്കെ ഇറങ്ങിയാണ്. ഉത്സവം തകർത്തു. വയ്യാണ്ടേ ചെയ്യണം.